പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, യേശു പറഞ്ഞു ധൈര്യപ്പെടുവിൻ. മത്തായി സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെയാണ്: ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ആരോട്, ഏത് സന്ദർഭത്തിൽ, എവിടെ വെച്ച് ഈ വാക്കുകൾ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്? മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് ചുങ്കക്കാരനും അതിനുശേഷം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷയുടെ ഭാഗത്ത് വന്ന് ദൈവഭാഗത്ത് വന്ന വ്യക്തിയായ മത്തായിയാണ് മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം ഒരു ചുങ്കക്കാരനും പാപിയായ മനുഷ്യനായിരുന്നു. പക്ഷെ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാറ്റമുണ്ടായി, രൂപാന്തരമുണ്ടായി. യേശുവാണ് രക്ഷകനെന്നും യേശുവിലൂടെ മാത്രമേ ഒരു നിത്യതയിലെത്താൻ കഴിയുമെന്നും മത്തായി എന്ന് പറയുന്ന ചുങ്കക്കാരനായ മനുഷ്യൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. അതിനുശേഷമായിട്ട് യേശുവിൻ്റെ ശിഷ്യനായി താൻ വേർതിരിക്കപ്പെടുകയാണ്. മത്തായി എന്ന വാക്കിന് അർത്ഥം തന്നെ യഹോവയുടെ ദാനമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഭൂമി നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവം നമ്മോട് മനസ്സലിഞ്ഞ് ഈ ഭൂമിയിൽ പാർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് പ്രസാദമുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കുവാനാണ് ദൈവം ഭൂമി ദാനമായി അയച്ചിരിക്കുന്ന നമ്മെക്കുറിച്ച് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 28 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ വളരെ അനുഗ്രഹമായിട്ട് നമ്മൾ പല പ്രാവശ്യം വായിച്ചു വിടുന്ന ഭാഗങ്ങളാണ്. വളരെ വ്യക്തതയോടുകൂടെ പല പ്രാവശ്യം യേശുവും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യപ്പെട്ടതും പടകിലൂടെ യാത്ര ചെയ്യപ്പെട്ട ഒത്തിരി സന്ദർഭങ്ങൾ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഒരു സന്ദർഭമാണ് ഈ കടലും ഈ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. ആ ഭാഗത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ മത്തായി സുവിശേഷം എഴുതപ്പെട്ട കാലം എന്ന് പറയുന്നത് AD 58-68 കാലയളവിൽ അന്ത്യോക്യയിൽ വെച്ചാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടുവെന്ന് വേദപണ്ഡിതൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, അവരോട് ധൈര്യപ്പെടുക, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഈ ദൈവശബ്ദത്തിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രതിസന്ധിയിൽ നീ ഭയപ്പെട്ടു പോകേണ്ട. ഈ വചനഭാഗത്ത് യേശുവും ശിഷ്യന്മാരും ഒരുമിച്ചായിരിക്കുന്നു. അതിനുശേഷമായിട്ട് നമുക്ക് 22 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ശിഷ്യന്മാർ തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോയി. അപ്പോൾ യേശുവും ശിഷ്യന്മാരും ഒരുമിച്ചായിരിക്കുന്നു. പുരുഷാരം, യേശു, ശിഷ്യന്മാർ, ഇവരിത്രയും പേരും ഒരുമിച്ചായിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് വന്നപ്പോൾ പുരുഷന്മാരും യേശുവും മാത്രം നിൽക്കുന്നു. അവിടെ നിന്നും തൻ്റെ ശിഷ്യന്മാർ മാത്രമായിട്ട് പടകിൽ കയറി അവരക്കരയ്ക്ക് പോവുകയാണ്. നമുക്ക് കാണാൻ കഴിയും വചനത്തിൽ, ശിഷ്യന്മാർ തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോയി. അപ്പോൾ ഈ പടകിൽ ഇപ്പോൾ യേശുവില്ല, ശിഷ്യന്മാർ മാത്രമായിട്ട് ഈ പടകിൽ കയറി അവർ അക്കരയ്ക്ക് പോയിട്ട് വരാൻ പോവുകയാണ്. ആ സമയത്ത് യേശു പുരുഷാരത്തെ എല്ലാം പറഞ്ഞു വിട്ടു. അതിനുശേഷം യേശു തനിയെ മലയിൽ കയറിപ്പോയി. എന്തിനു വേണ്ടി? യേശു തനിയെ മലയിൽ കയറിപ്പോയി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ,
തനിയെ മലയിൽ കയറിപ്പോവുകയാണ്. ഈ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ മാത്രമായിട്ട് അവർ പടക് കയറി അവരക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. അവരക്കരെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി അവർ തനിയെ പോകുന്നു. യേശു മാത്രം തനിയെ മലയിൽ കയറിപ്പോകുന്നു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. ആ സമയത്ത് യേശു അവിടെ ഏകനാകുന്നു. ആ മലയിൽ പ്രാർത്ഥിക്കുവാൻ യേശു തനിയെ ഏകനാകുകയാണ്. ആ സമയത്ത് തന്നെ എന്നാൽ കരയിൽ നിന്നും പുറപ്പെട്ടതായ ഒരു പടകുണ്ട്. ഈ പടക് കരവിട്ട് പല നാഴിക പോയി. അതായത് ഇവർ പല നാഴിക പോയിട്ട് വീണ്ടും കരയിലോട്ട് വരാനാണ് ഇവർ ഈ പടകിൽ കയറി യാത്ര ചെയ്യുന്നത്. അക്കരെ പോയിട്ട് മടങ്ങി വരണം. യേശു തനിയെ മലയിൽ കയറിപ്പോയി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു മടങ്ങി വരണം. ഇപ്പൊ 2 യാത്ര കാണുന്നു. 2 യാത്രയിലും തിരിച്ചു വരണം. കരയിൽ നിന്ന് പുറപ്പെട്ടതായ പടക് അക്കരെ പോയിട്ട് അത് തിരിച്ചു വരണം. അതുപോലെ യേശു തനിയെ മലയിൽ കയറിപ്പോയി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് യേശു തിരിച്ചു വരണം. ഈ 2 സന്ദർഭം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ കര വിട്ട് പല നാഴിക പോയതായ പടക് തിരിച്ചു വരാൻ കഴിയാതെ വണ്ണം നമുക്ക് ആ വചനത്തിൽ കാണാൻ കഴിയുന്നു. എന്നാൽ കരയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ പടക് പല നാഴിക അക്കരെ ദൂരെയായി, പല നാഴിക ദൂരെയായി പോയി. കാരണം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പടക് ആഴക്കടലിൽ ദൂരെയാകുകയാണ്. അപ്പൊ ഒരു കരയിലോട്ട് വന്നെത്തുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഈ പടക് ദൂരങ്ങളിൽ ആഴങ്ങളിൽ പോവുകയാണ്. ആ സമയത്ത് പെട്ടെന്നൊരു വചനത്തിൽ കാണുന്നുണ്ട്, പെട്ടെന്നൊരു കാറ്റ് പ്രതികൂലമായതിനാൽ പടക് തിരകളാൽ വലയാൻ തുടങ്ങി. അപ്പൊ ഇവർ തിരിച്ച് കരയിലോട്ട് വരണം. കരയിൽ നിന്ന് പുറപ്പെട്ട പടക് തിരിച്ച് ആഴങ്ങളിലായ പടക് തിരിച്ചു വരണം. പക്ഷെ ഒരു കാരണവശാലും ഇവർക്കിനി ഈ പടകിൽ നിന്നും ഇവരാഗ്രഹിക്കുന്ന പോലെ ഇവരുടെ നിയന്ത്രണത്തിൽ ഈ പടകിനെ കരയിലോട്ട് കൊണ്ടുവരാൻ കഴിയത്തില്ല. കാരണം എന്തുവാ? കാരണം നമുക്കവിടെ കാണാൻ കഴിയുന്നു, പെട്ടെന്നൊരു കാറ്റ് പ്രതികൂലമായി ഈ പടകിന് നേരെ വരികയും പടക് തിരകളാൽ മറിയാൻ തുടങ്ങുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഭാഗത്ത് നമുക്കൊരു ദൈവിക ദൂതുണ്ട്. കാരണം ഒരു ദൈവ പൈതൽ ജീവിത വിശ്വാസത്തിന്റെ തോണിയിൽ മുന്നോട്ട് പോകുമ്പോൾ പല പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ തോണിയെ മറിച്ചു കളയുന്ന പ്രതികൂല കാറ്റ് നമ്മുടെ വിശ്വാസ തോണിയിലോട്ട് ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണം പോകുകയാണ്. പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത മേഖലയിൽ ഈ പടക് നമ്മുടെ കരത്തിൽ നിൽക്കത്തില്ല. അതിനർത്ഥം പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ വിശ്വാസ തോണികളെ മറിച്ചു കളയുന്ന ചില തിരമാലകൾ എഴുന്നേറ്റ് വരും, ചില പ്രതികൂല കാറ്റുകൾ എഴുന്നേറ്റ് വരും. ഈ പ്രതികൂല കാറ്റടിക്കുമ്പോഴാണ് തിരമാല കൊണ്ട് ഉയരുന്നത്. തിരമാല ഉയർന്നു കഴിഞ്ഞാൽ ഈ പടകിന് പിന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, നിയന്ത്രണം വിട്ടുപോകും. ഈ തിരമാല പടകിനെ എടുത്തു മറിക്കുകയാണ്. അപ്പൊ ഈ പടകിനെ തിരമാല മറിക്കാനുള്ള കാരണം പ്രതീക്ഷിക്കാത്ത സമയത്ത് പടകിന് നേരെ അടിക്കുന്ന കാറ്റാണ്. അപ്പൊ കാറ്റ് പ്രതികൂലമാകുമ്പോൾ തിരമാലയ്ക്ക് നിയന്ത്രണം, അതിൻ്റെ നിയന്ത്രണം പോവുകയാണ്. അപ്പോൾ ഈ പടകിന്റെ നിയന്ത്രണവും നഷ്ടപ്പെടുകയാണ്. ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, വിശ്വാസ തോണിയിൽ യാത്ര ചെയ്യുന്ന ഞാനും നിങ്ങളും പ്രതീക്ഷിക്കാത്ത സമയത്ത് തോണിക്കെതിരെ തിരമാല എഴുന്നേറ്റ് വരും. തോണിക്കെതിരെ പ്രതികൂല കാറ്റാഞ്ഞടിക്കും. ആ സമയത്തും നീ ഭാരപ്പെട്ടു പോകരുത്, നീ പ്രയാസപ്പെട്ടു പോകരുത്. നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ എൻ്റെ കർത്താവ്
നമ്മൾ ആ പ്രാരംഭത്തിൽ വചനത്തിൽ മനസ്സിലാക്കി, യേശു തനിയെ മലയിൽ കയറിപ്പോയി പിതാവിനോട് സംസാരിക്കുവാൻ. പക്ഷേ നീ ഏതു സാഹചര്യങ്ങളിലും ഏതു പ്രതികൂലത്തിലായാലും നിന്റെ വിശ്വാസത്തിന്റെ പടകിൽ തിരമാല അടിച്ചു കയറുന്ന നിമിഷം, നിന്റെ വിശ്വാസത്തിന്റെ പടകിൽ പ്രതികൂല കാറ്റടിക്കുന്ന നിമിഷം, നീ വിളിക്കാതെ, നീ പോലും അറിയാതെ നിന്നെ രക്ഷിക്കുവാൻ സർവശക്തനായ കർത്താവ് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗത്ത് പെട്ടെന്ന് കാറ്റ് പ്രതികൂലമായതിനാൽ പടക് തിരകളാൽ വലയുകയാണ്. അവരുടെ അപകട നിലവാരം, മലയിൽ തനിയെ ചെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കാൻ കടന്നുപോയ യേശു, കരവിട്ടുപോയ പടക്, പല നാഴിക പോയ പടക്, തിരിച്ചു വരാൻ കഴിയാതെ ആഴക്കടൽ, തിരമാലകളും പ്രതികൂല കാറ്റും കൊണ്ട് അലയുന്ന അവരുടെ അപകടം യേശു മനസ്സിലാക്കി. അതാണ് നമ്മുടെ കർത്താവ്. നീ ആയിരിക്കുന്ന ഇടത്ത് നിന്റെ വിശ്വാസ തോണി തുഴഞ്ഞ് നീ മുന്നോട്ട് ലക്ഷ്യത്തോട്ട് നീ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, നീ അറിയാത്ത നിന്റെ പടകിനെ, വിശ്വാസത്തിന്റെ തോണിയെ മറിക്കുന്ന ചില തിരമാലകൾ നിനക്കെതിരെ എഴുന്നേൽക്കും. നീ അറിയാതെ നിന്റെ വിശ്വാസത്തിന്റെ തോണിയെ മറിക്കുന്ന പ്രതികൂല കാറ്റ് ആ പടകിന് നേരെ ആഞ്ഞടിക്കും. പക്ഷേ ആ സമയത്ത് നീ വിളിക്കുന്നതിന് മുന്നമേ നിന്റെ അപകട നിലവാരം മനസ്സിലാക്കി സർവശക്തനായ കർത്താവ് നിന്നെ രക്ഷിക്കുവാൻ നീ ആയിരിക്കുന്ന ഇടത്ത് ഇറങ്ങി വന്ന് നിന്നെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. നീ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസത്തിന്റെ തോണിയിൽ ആഞ്ഞടിക്കുന്ന തിരമാലയോ പ്രതികൂല കാറ്റ് കണ്ട് നീ ഭയപ്പെടേണ്ട. നിന്നെ രക്ഷിക്കുന്ന കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഈ ശിഷ്യന്മാർ അപകട നിലവാരം ശിഷ്യന്മാർ വിളിക്കാതെ ആ ഭാഗം മനസ്സിലാക്കാൻ കഴിയുന്നു. ശിഷ്യന്മാർ ഇവിടെ അപകടത്തിലാണ്. ആഴക്കടൽ വിളിച്ചാൽ യേശു മലയിൽ തനിയെ കയറിപ്പോയിരിക്കുന്നു, കേൾക്കത്തില്ല. പക്ഷെ അവർ വിളിക്കാതെ യേശു അത് മനസ്സിലാക്കി. ആ സമയത്ത് തനിയെ മലയിൽ പ്രാർത്ഥിക്കാൻ കയറിപ്പോയ യേശു മലയിൽ നിന്നും താഴോട്ട് ഇറങ്ങി വന്നിട്ട് യേശു ഈ വെള്ളത്തിലൂടെ നടന്ന് എവിടെയാണോ ആഴത്തിൽ ഈ പടക് അലയുന്നു അവിടേക്ക് ലക്ഷ്യം വെച്ച് യേശു വെള്ളത്തിലൂടെ നടന്നു വന്നു. യേശു വെള്ളത്തിലൂടെ നടന്നു വരുന്നത് ശിഷ്യന്മാർ ദൂരെ നിന്ന് കണ്ടിട്ട് അവർ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ നിലവിളിക്കുന്നത്. എന്തിനു വേണ്ടി? വെള്ളത്തിലൂടെ നടന്നു വരുന്ന വ്യക്തിയെ കണ്ടിട്ട് ശിഷ്യന്മാർ നിലവിളിക്കുന്നു. ഇത് ഭൂതമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ അവർ നിലവിളിക്കാൻ കാരണം? ഇതുവരെ കരയിലൂടെ നടക്കുന്ന യേശുവിനെയാണ് അവർ കണ്ടിട്ടുള്ളത്. വെള്ളത്തിലൂടെ നടന്നു വരുന്ന യേശുവിനെ അവർ കണ്ടിട്ടില്ല. യേശു ഇവരോട് കൂടെ ആയിരുന്നപ്പോൾ യേശു തനിയെ മലയിൽ കയറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ യേശു കരയിൽ കൂടെ മാത്രം, ഭൂമിയിൽ കൂടെ മാത്രം നടക്കുന്ന യേശുവിനെയാണ് ശിഷ്യന്മാർ അതുവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ വെള്ളത്തിലൂടെ നടക്കുന്ന യേശുവിനെ അവർ കണ്ടിട്ടില്ല. എന്നാൽ ഇവർ ഇതാ വെള്ളത്തിൽ അപകട നിലവാരത്തിലായപ്പോൾ ഇവരെ രക്ഷിക്കുവാൻ യേശു കരവിട്ട് കടലിലൂടെ നടന്നു വരികയാണ്. ആ സമയത്ത് ഇവർ നിലവിളിച്ചു ഭൂതമെന്ന് പറയുവാൻ കാരണം, മനുഷ്യന് ഒരിക്കലും വെള്ളത്തിന്റെ പുറത്തുകൂടെ നടന്നു വരാൻ കഴിയില്ല. ഒന്നിൽ കപ്പലിലോ പടകിലോ അല്ലാതെ മനുഷ്യന് വെള്ളത്തിൽ കൂടെ നടന്നു വരാൻ കഴിയില്ല. അതിനർത്ഥം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അവൻ മനുഷ്യപുത്രൻ മാത്രമല്ല, ദൈവത്തിന്റെ പുത്രനാണ്. അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് ശിഷ്യന്മാർക്ക് അതുവരെ മനസ്സിലായില്ല. യേശു കരയിലൂടെ നടക്കുന്നു, ശിഷ്യന്മാരോട് സഞ്ചരിക്കുന്നു, പുരുഷാരത്തോട് സഞ്ചരിക്കുന്നു, ചുങ്കക്കാരോടും പാപികളോടും അവരോടുകൂടെ ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു, മലയിൽ കയറിപ്പോകുന്നു. അവരപ്പോഴും കാണുന്നത് കരയിലൂടെ നടക്കുന്ന യേശുവിനെയാണ്. പക്ഷെ വെള്ളത്തിലൂടെ നടന്നു വരുന്ന യേശുവിനെ അവർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഭൂതമെന്ന് നിലവിളിക്കുന്നത്. മനുഷ്യ ശരീരമില്ലാത്ത
ഒന്നിന് മാത്രമേ ഇങ്ങനെ നടന്നു വരാൻ കഴിയത്തുള്ളൂ, അത് ഭൂതം എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മുടെ കർത്താവ് കരയിൽ മാത്രമല്ല, കടലിലൂടെയും അവൻ നടക്കുന്നതിൻ്റെ കാരണം അവൻ മനുഷ്യപുത്രൻ മാത്രമല്ല, ദൈവത്തിൻ്റെ പുത്രനാണ്. അതിനർത്ഥം പ്രിയപ്പെട്ടവരെ, നീ എവിടെയായിരുന്നാലും, നീ ഏത് അപകട നിലവാരങ്ങളുടെ മേഖലയിലൂടെ, പ്രതികൂല കാറ്റിൻ്റെ പ്രയാസങ്ങൾ നീ എവിടെ ഇരുന്നാലും, എൻ്റെ കർത്താവ് അവിടെ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ആ സമയത്ത് ഇവരാദ്യമായി വെള്ളത്തിലൂടെ നടക്കുന്ന യേശുവിനെ കണ്ടിട്ട് ഇവർ ഭയപ്പെടുകയാണ്. ആ സമയത്താണ് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കൂ, ഞാനാകുന്നു, അതായത് യേശുവാകുന്നു, ഞാനാകുന്നു, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കേണ്ട. ഈ നിമിഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, കാരണം യേശുവാണ് നമ്മോട് കൂടെയുള്ളത്. പ്രിയപ്പെട്ടവരെ, നീ നിലവിളിക്കുന്ന ഇടത്തിറങ്ങി വരുന്നവനാണ് യേശു. നീ ഏത് സാഹചര്യങ്ങളിലും, ഏത് അപകട നിലവാരങ്ങൾ കൂടെ കടന്നുപോയാലും, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആഞ്ഞടിക്കുന്ന തിരമാലകളും കൊടുങ്കാറ്റുകളും, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ വിശ്വാസ പടകിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ, തിരമാലകൾ, ഇതൊന്നും നിന്നെ മുക്കിക്കളയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യേശു അവിടെ കടന്നു വന്നിട്ട് ഇവരെ ഈ പ്രതികൂല മേഖലയിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധന്മാരോട് പറയുന്നു, നിന്റെ ഭവനമെന്ന പടകിൽ പല പ്രതിസന്ധികളും, പല കൊടുങ്കാറ്റുകളും, പല തിരമാലകളും ആഞ്ഞടിക്കുന്നത് കണ്ടിട്ട് നീ ഭയപ്പെടേണ്ട. നീ ദൈവത്തിൻ്റെ പൈതലാണോ? യേശു നിന്നെ വിടുവിക്കുവാൻ നിന്റെ ഭവനത്തിൽ ഇറങ്ങി വരും. നീ ഏത് അപകട നിലവാരങ്ങളിലൂടെ കടന്നുപോയാലും, നീ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, ദൈവപുത്രനായ ക്രിസ്തു, ആ കർത്താവിനെ എന്നെ വിടുവിക്കാൻ കഴിയുമെന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? ആ കർത്താവ് നീ ആയിരിക്കുന്ന ഇടത്തിറങ്ങി വന്ന് നിന്നെ സൗഖ്യമാക്കും, നിന്നെ വിടുവിക്കും. നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഏത് തിരമാലകളാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, ഏത് കൊടുങ്കാറ്റാകട്ടെ, നീ ആയിരിക്കുന്ന ഇടത്തിറങ്ങി വന്ന് വിടുവിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. യേശു പറയുന്നു, പേടിക്കേണ്ട, ധൈര്യമായിരിക്കും. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വിഷയത്തിൽ ഭയപ്പെടേണ്ട, നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഭയപ്പെടേണ്ട, ഫിനാൻസിന്റെ വിഷയത്തിൽ ഭയപ്പെടേണ്ട, തലമുറയുടെ വിഷയത്തിൽ നീ ഭയപ്പെടേണ്ട. അവൻ വിടുവിപ്പാൻ ശക്തനാണ്. നീ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ധൈര്യമായിരിക്കുക. നമ്മളെ വിടുവിക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിന് മാത്രമേ നമ്മുടെ ഏത് സാഹചര്യങ്ങളെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. നീ വിശ്വസിക്കുക. നീ ആയിരിക്കുന്ന ഇടത്ത് ഇറങ്ങി വന്ന് നിന്നെ സൗഖ്യമാക്കി, നിന്നെ വിടുവിച്ച്, നിന്നെ മാനിച്ചുയർത്തുന്ന ദൈവമാണ്. അതേ പ്രിയപ്പെട്ടവരെ, യേശു നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, അധൈര്യപ്പെടേണ്ട, ധൈര്യമായിരിക്കാൻ പറയുകയാണ്. ആരെയൊക്കെ പരിശുദ്ധാത്മ ധൈര്യപ്പെടുത്തുന്നുണ്ട്? നിങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുന്നു, നിങ്ങളുടെ വിഷയത്തെ ധൈര്യപ്പെടുത്തുകയാണ്. ആ പ്രശ്നം നിന്നെ മുക്കിക്കളയുകയില്ല, ആ വിഷയം നിന്നെ തളർത്തി കളയുകയില്ല. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി നന്ദി. ഈ ദൈവശബ്ദം കേൾക്കുന്നവർക്കായി സ്തോത്രം. ഇവരുടെ ജീവിതത്തിന്റെ വിശ്വാസ പടകൾ മുങ്ങിപ്പോകുമെന്ന് ചിന്തിക്കുന്നവർക്കായി അവരുടെ മനസ്സുകൾക്ക് ബലം കൊടുക്കും, ധൈര്യം കൊടുക്കും. രോഗികൾ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.